തൃശൂർ പൂരം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കോർപ്പറേഷൻ പ്രത്യേക കൌൺസിൽ യോഗം വിളിക്കണമെന്ന് കോൺഗ്രസും ബിജെപിയും. അടിയന്തരമായി പ്രത്യേക കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മേയർ എം.കെ. വർഗീസ്. പൂരം തകർക്കാനുള്ള നീക്കത്തിനെതിരെ പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരൂർ സതീഷ്. ദേശമംഗലം പഞ്ചായത്ത് യോഗത്തിൽ കയ്യാങ്കളി. സിപിഎം മുൻ ലോക്കൽ സെക്രട്ടറി കെ.എസ്. ദിലീപിന്റെ നേതൃത്വത്തിൽ വനിതാ അംഗങ്ങളടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തതായി പരാതി. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. വാർഡ് വിഭജനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. ജില്ലയിൽ കടന്നൽ കുത്തേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കടന്നൽ ആക്രമണത്തിന് ഇരയാകുന്നവരിൽ അധികവും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മദ്രസ അധ്യാപകനെ 50 വർഷം കഠിന തടവ്. അഴീക്കോട് സ്വദേശി നാസിമുദ്ദീനെയാണ് ശിക്ഷിച്ചത്. ചേർപ്പിൽ ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് 12 വർഷം കഠിന തടവ്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി പ്രത്യേക കൌൺസിൽ യോഗം വിളിക്കണമെന്ന് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രത്യേക കൌൺസിൽ യോഗം അടിയന്തരമായി തന്നെ വിളിച്ചു ചേർക്കുമെന്ന് മേയർ എം.കെ. വർഗീസ് അറിയിച്ചു. ഹൈക്കോടതി വിധികളിലും കേന്ദ്ര നിയമങ്ങളിലും പെട്ട് തൃശൂർ പൂരം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ശക്തമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ജോൺ ഡാനിയൽ, എൻ പ്രസാദ് അടക്കമുള്ള കൌൺസിലർമാർ യോഗത്തിൽ ഉന്നയിച്ചു. തൃശൂർ പൂരം സംബന്ധിച്ച് പ്രത്യേക കൌൺസിൽ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുമെന്ന് മേയർ എം.കെ. വർഗീസ് പറഞ്ഞു. തൃശൂർ പൂരത്തിന് അതിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. കാലങ്ങളായി വളരെ ഭംഗിയായി നടത്തി വരികയും അതിന് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളില്ലാതെ അത് ഏതൊക്കെ തരത്തിൽ പ്രൗഢിയോട് കൂടി നിലനിർത്തിക്കൊണ്ട് വലിയ ആഹ്ലാദത്തോടെ നടക്കുന്ന ഒരു സംരംഭമാണ്. അതിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒറ്റക്കെട്ടായി തൃശ്ശൂരിൽ നടത്തുന്ന ഒരു സംരംഭമാണ്. ആ സംരംഭത്തിനെ കുറിച്ച് ഏത് പ്രവർത്തന രംഗത്ത് അതിന് അപാകതകൾ ഉണ്ടായാൽ ആ അപാകതകൾ ചൂണ്ടിക്കാട്ടി അതിന് നേർവഴിക്ക് നയിക്കേണ്ട അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനും അങ്ങനെ കൗൺസിലിന്റെ ഒറ്റ ശബ്ദമായി വന്ന ഒരു സബ്ജക്റ്റാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുകയും ചർച്ച ചെയ്യാൻ നാം തീരുമാനിക്കുക. തൃശൂർ കൂർക്കഞ്ചേരി റോഡ് നിർമ്മാണം അശാസ്ത്രീയമായാണ് നടക്കുന്നതെന്നും നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും പരസ്യ ബോർഡുകൾ അനധികൃതമായി ഇവിടെ സ്ഥാപിച്ചതായും പ്രതിപക്ഷ കൗൺസിലർമാരായ മുകേഷ് കൂളപ്പറമ്പിലും ജയപ്രകാശ് പൂവത്തിങ്കിലും പറഞ്ഞു. പുലിക്കളി കഴിഞ്ഞ് 71 ദിവസം കഴിഞ്ഞിട്ടും 1.5 ലക്ഷം രൂപയുടെ ധനസഹായം കോർപ്പറേഷൻ നൽകിയില്ലെന്നും ഇത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്നും കുമ്മാട്ടി സംഘങ്ങൾക്കും ഒരു തുകയും നൽകിയിട്ടില്ലെന്നും കൗൺസിലർ എൻ.എ. ഗോപകുമാർ ആരോപിച്ചു. രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം വേണം. റോഡുകളിൽ മാഞ്ഞുപോയ സീബ്ര ലൈൻ വരയ്ക്കുന്നതിന് നടപടിയെടുക്കണം. കുറുക്കന്മാരുടെ ശല്യത്തിന് പരിഹാരം വേണം. കുടിവെള്ള പൈപ്പുകളിൽ കലങ്ങിയ വെള്ളം വരുന്നതിന് പരിഹാരം വേണം. വഴിവിളക്കുകൾ കത്തിക്കണം. സ്ട്രീറ്റ് ലൈബ്രറിയിൽ കൊടികൾ വച്ചത് എടുത്തുമാറ്റി നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ കൗൺസിലർമാർ ഉന്നയിച്ചു. TC വിനോസ്, തൃശൂർ. ആനയെഴുന്നള്ളിപ്പ് തകർക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിയും നെറ്റിപ്പട്ടമേന്തിയും പ്രതിഷേധ സമരം നടത്തി. പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട് അധ്യക്ഷത വഹിച്ചു. കൺവീനർ വിനോദ് കണ്ടേങ്കാവിൽ, സെക്രട്ടറി അനിൽകുമാർ മേച്ചാട്ടിൽ, രക്ഷാധികാരി നന്ദൻ വാഗയിൽ, ആനയുടമ വെളപ്പായ മണികണ്ഠൻ, മുരളീധരൻ ചാത്തനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈക്കോടതിയുടെ കടുത്ത നിയന്ത്രണങ്ങൾ വന്നതോടെ പൂരം നടത്തിപ്പ് അസാധ്യമായതായും ആചാര സംരക്ഷണത്തിന് സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ക്ഷേത്ര ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തുന്നതിനുള്ള നിയമതടസ്സം ഒഴിവാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമ ഭേദഗതി വരുത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ഉത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്രസമിതി ഭാരവാഹികൾ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഉത്സവങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള കോടതിയുടെ ഇടപെടൽ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. ക്ഷേത്രോത്സവങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു.
കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി. ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. BJP മുൻ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത്. കേസിൽ തുടരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിടുകയും അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കൊച്ചിൻ DCP കെ സുദർശന നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. നേരത്തെ പോലീസിലെ പ്രത്യേക സംഘം കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു. എന്നാൽ സതീഷിന്റെ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പുനരന്വേഷണത്തിന് വഴിതെളിഞ്ഞത്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്വേഷണ സംഘത്തിന് തന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും കൈമാറും. അന്ന് താൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞ പ്രകാരം മൊഴി നൽകിയത്. ഇനി താൻ പറയാനുള്ളത് പറയും. ഒത്തുതീർപ്പിന് ആളുകൾ വന്നുവെങ്കിലും താൻ അവരെ പറഞ്ഞയച്ചുവെന്നും തിരൂർ സതീഷ് പറഞ്ഞു. ഞാനിപ്പോൾ ഈ പറയുമ്പോഴും, അതായത് ഒരു കാര്യം, ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നുണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലായ. പിന്നെ ഇതൊരു ചെറിയൊരു കാര്യമല്ല, ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള കാര്യമാണിത്. ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രയും നാളും അവിടെ ജോലി ചെയ്യുന്ന ഒരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകളെ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഇപ്പം എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട്. ഈ താങ്കൾ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം പാർട്ടിയിൽ ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിലെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു? ഇല്ലില്ല, എന്നെ ആരും ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ ചോദിക്കണമെങ്കിൽ എന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാനായിരിക്കണം എന്നോട് വിളിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരു പണമായാലും പവറായാലും ഞാനായാലും സ്വാധീനിക്കാനല്ല ഇതിന്റെ എന്താ ഇല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല അങ്ങനെ വിളിച്ചിട്ടില്ല. ഒന്നാമത് ഇതിന്റെ കാര്യങ്ങൾ ഈ സംഭവം നടന്നപ്പോൾ തന്നെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചപ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാവുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേശമംഗലം പഞ്ചായത്ത് യോഗത്തിൽ കയ്യാങ്കളി. CPM മുൻ ലോക്കൽ സെക്രട്ടറി KS ദിലീപിന്റെ നേതൃത്വത്തിൽ വനിതാ മെമ്പർമാരെ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളെ കയ്യേറ്റം ചെയ്യുകയും പഞ്ചായത്തിന്റെ രേഖകൾ, മിനിറ്റ്സ് ബുക്ക് അടക്കം നശിപ്പിക്കുകയും ചെയ്തു. സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് ആക്രമണം അരങ്ങേറിയത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് UDF മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ PS ലക്ഷ്മണൻ കുത്തിയിരിപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. PI ഷാനവാസ്, സലാം, സന്ധ്യ, ഇബ്രാഹിം, നസീറ സുധീർ, സമീറ സിറാജ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വനിതാ മെമ്പർമാർക്കെതിരെ കയ്യേറ്റവും അസഭ്യവർഷവും നടത്തിയ CPM പ്രവർത്തകരായ ബേബിഷ്, ഷാജി എന്നിവർക്കെതിരെ വനിതാ അംഗങ്ങൾ പരാതി നൽകി. ദേശമംഗലം പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്നും തന്നെ അയോഗ്യനാക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതവും CPM നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലുമാണെന്ന് പഞ്ചായത്ത് 6-ാം വാർഡ് അംഗം PI ഷാനവാസ് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി കത്ത് തന്ന് വിളിച്ച യോഗങ്ങളിൽ മുഴുവൻ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് താനെന്ന് ഷാനവാസ് പറഞ്ഞു. രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി ചാർജ് വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി കത്ത് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഷാനവാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ മുന്നണികൾ. വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ആരവമൊടുങ്ങും മുൻപേയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനായി മുന്നണികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രമാണ് ഉള്ളത്. ചേലക്കരയിലെ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് ഇടതുമുന്നണി ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. വികസന പ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയവും ചൂണ്ടിക്കാട്ടിയാണ് UDF കളത്തിലുള്ളത്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. അതേസമയം വാർഡ് വിഭജനത്തിലെ കരട് വിജ്ഞാപനമിറങ്ങിയതിനു ശേഷം നിരവധി എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. വാർഡ് വിഭജനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. ജില്ലയിൽ കടന്നൽ കുത്തേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കടന്നൽ ആക്രമണത്തിന് ഇരയാകുന്നവരിൽ അധികവും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ്. കടന്നൽ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ സമീപനാളുകളിൽ വർദ്ധിക്കുകയാണ്. കൂടുതലും കർഷകർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമാണ് കടന്നൽ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. വനമേഖലയോട് ചേർന്നുള്ള ഇടങ്ങളിലാണ് കടന്നൽ ആക്രമണം കൂടുതലും. ഗുരുതരമായി പരിക്കേൽക്കുക മാത്രമല്ല, ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളും ഏറെയാണ്. ഈ വർഷം മാത്രം സംസ്ഥാനത്ത് 11 പേർ കടന്നൽ കുത്തേറ്റ് മരിച്ചതായി വനം വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ 22 ആണ്. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ കഴിഞ്ഞാൽ
ജീവികളുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ തേനീച്ച കടന്നൽ ആക്രമണം 2ാം സ്ഥാനത്താണ്. കാട്ടാന ആക്രമണത്തിൽ 4 പേരും കാട്ടുപന്നി ആക്രമണത്തിൽ 6 പേരുമാണ് ഈ വർഷം സംസ്ഥാനത്ത് മരിച്ചത്. കടന്നൽ കുത്തേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഈ തുകയാണ് തേനീച്ച കടന്നൽ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്കും നൽകുക. TCV ന്യൂസ്, തൃശൂർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മദ്രസ അധ്യാപകന് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അഴീക്കോട് മേനോൻ ബസാർ പഴുപ്പറമ്പിൽ നാസിമുദ്ദീനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് വി വിനീത വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചത്. പിഴ അടയ്ക്കുന്ന മുറയ്ക്ക് തുക അതിജീവിതയ്ക്ക് നൽകുവാനും പിഴ അടയ്ക്കാതെ വന്നാൽ 7 വർഷം കൂടുതൽ കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കോവിഡ് കാലഘട്ടത്തിൽ പ്രതി താമസിക്കുന്നിടത്തേക്ക് ഭക്ഷണവുമായി എത്തിയ സമയത്ത് പ്രതി തുടർച്ചയായി കുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS സുലാൽ കോടതിയിൽ ഹാജരായി. ഭക്ഷണം നൽകാനെത്തിയ ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് 12 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുറുമ്പിലാവ് മാട്ടുമ്മൽ പട്ടത്തുവീട്ടിൽ ബ്ലസ്സിയെ ആണ് തൃശൂർ 1ാം അതിവേഗ പോക്സോ വിചാരണ കോടതി ശിക്ഷിച്ചത്. 2020 കേസിനാസ്പദമായ സംഭവം. അമ്മൂമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്ക് ഭക്ഷണവുമായി ചെന്ന കുഞ്ഞിനെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരി പ്രതിയെ തള്ളിമാറ്റി കുഞ്ഞുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചേർപ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. ജാമ്യത്തിലിറങ്ങിയ പ്രതി മറ്റൊരു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞുവരികയാണ്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു, അഡ്വക്കേറ്റ് PR ശിവ എന്നിവർ കോടതിയിൽ ഹാജരായി. കടങ്ങോട് പാറപ്പുറത്ത് പേപ്പട്ടിയുടെ ആക്രമണം. വ്യാഴാഴ്ച വൈകിട്ടാണ് തെരുവുനായ പേയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ വഴിയാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ച പേപ്പട്ടി സ്കൂൾ വിദ്യാർത്ഥിനിയെ കടിച്ചു. എന്നാൽ കുട്ടിയുടെ വസ്ത്രത്തിലാണ് കടിയേറ്റത്. കുട്ടി ഓടി രക്ഷപ്പെട്ടു. വഴിയോര കച്ചവടത്തിനെത്തിയ ഒരാളെയും വീടുകളിലെ വളർത്തുമൃഗങ്ങളെയും തെരുവുനായ്ക്കളെയും പേപ്പട്ടി കടിച്ചിട്ടുണ്ട്. പേപ്പട്ടിയെ പിന്നീട് ഡോഗ് റെസ്ക്യൂ ക്യാച്ചർ ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി. 1.5 മാസം മുൻപ് പേപ്പിടിച്ച മറ്റൊരു നായ സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെ കടിച്ചിരുന്നു. ഇതിന്റെ കടിയേറ്റ മറ്റു ചില നായ്ക്കളും അടുത്തിടെ പേപ്പിടിച്ച് ചത്തിരുന്നു. എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം അഭിലാഷ് കടങ്ങോട് പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി, തൃശൂർ ടൗൺ, തൃശൂർ ഈസ്റ്റ്, ചേർപ്പ് മേഖലകളുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് 2025 ഏകദിന ക്യാമ്പ് തൃശൂർ പേൾ റീജൻസിയിൽ സംഘടിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായിരുന്നു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ്, KCCL ഡയറക്ടർ VP ബിജു, COA സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു ചിരിയങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ K സുഭാഷ് ബാബു, PP ഷബീർ അലി എന്നിവർ ക്ലാസുകൾ നയിച്ചു. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പന്തൽ കാൽനാട്ടുകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതാകുമാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 3, 5, 6, 7 തീയതികളിലാണ് കലോത്സവം. മണ്ഡലകാലത്തെ അയ്യപ്പൻ വിളക്കുകളിൽ കൗതുക കാഴ്ചയായി പെൺ സാന്നിധ്യവും. തൃക്കൂർ സ്വദേശിനി സംഗീത ശിവശങ്കരനാണ് അയ്യപ്പൻ വിളക്കുകളിൽ നിറസാന്നിധ്യമായി മാറുന്നത്. മണ്ഡലകാലമായ വൃശ്ചിക മാസത്തിൽ അയ്യപ്പൻ വിളക്കുകൾ നിരവധി നടക്കാറുണ്ടെങ്കിലും ശാസ്താംപാട്ടിൽ പെൺസാന്നിധ്യം അപൂർവമാണ്. ഉടുക്ക് താളത്തിൽ കൊട്ടി ഈണത്തിൽ ശാസ്താംപാട്ട് പാടി പുരുഷ കലാകാരന്മാർക്കൊപ്പം അയ്യപ്പൻ വിളക്കുകളിൽ പെൺപെരുമ അറിയിക്കുകയാണ് തൃക്കൂർ സ്വദേശിനി കരുമത്തിൽ സംഗീത ശിവശങ്കരൻ. തൃക്കൂർ സ്വദേശിയും
ശാസ്താംപാട്ട് കലാകാരനുമായിരുന്ന രാമനായരാണ് എൻ്റെ അച്ഛൻ. അച്ഛനാണ് ശാസ്താംപാട്ട് കലയിലെ എൻ്റെ ഗുരു. അച്ഛൻ്റെ വിളക്ക് സംഘം വീട്ടിൽ വന്ന് പരിശീലനം നടത്തുക പതിവായിരുന്നു. അക്കൂട്ടത്തിൽ അച്ഛൻ എന്നെയും പിടിച്ച് ഇരുത്തുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശാസ്താംപാട്ട് കലയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് തൃക്കൂർ ദേശവിളക്കിനാണ് ഞാൻ ആദ്യമായി ശാസ്താംപാട്ട് അച്ഛൻ്റെ ഒപ്പം പാടുന്നത്. നൃത്തവും കർണാടക സംഗീതവും സോപാന സംഗീതവുമെല്ലാം അഭ്യസിച്ചിട്ടുള്ള സംഗീത ഉടുക്കിൽ പാണ്ടിമേളം കൊട്ടിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. TC വിനോസ്, തൃശൂർ. മുനയം താൽക്കാലിക ബണ്ട് പ്രദേശവാസികളുടെ ആശങ്ക സ്ഥലം MLA-യും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത പറഞ്ഞു. ബണ്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലം സന്ദർശിച്ചതിന് ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു അവർ. കനോലി കനാലിൽ നിന്ന് ഓരുവെള്ളം കയറാതിരിക്കാനാണ് മുനയത്ത് എല്ലാ വർഷവും താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഇപ്രാവശ്യം നിർമ്മിക്കുന്ന ബണ്ടിൽ കാലപ്പഴക്കം ചെന്ന മുളകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പ്രദേശവാസികൾ ആരോപണമുന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ അപകട സാധ്യത ഇല്ലാത്ത രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആശങ്ക അറിയിച്ച് കളക്ടർക്ക് കത്ത് നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, പഞ്ചായത്ത് അംഗം വിമല സുഗുണൻ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ബണ്ട് നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് BJPയും രംഗത്തെത്തി. ഗുരുവായൂരിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ബേപ്പൂർ കരുന്നത്ത് വീട്ടിൽ മണിയെ ആണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിൽ മോഷണ പരമ്പര നടത്തിയ കേസിലെ പ്രതി മലപ്പുറം സ്വദേശി പ്രദീപിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ മോഷ്ടിച്ച ആഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ചതിനാണ് മണിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളുമായി നടത്തിയ തെളിവെടുപ്പിൽ 4 കേസുകളിലെ ആഭരണങ്ങൾ കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തു. ചരിത്രബോധമുള്ള നിഴലുകൾ കുറഞ്ഞ എഴുത്തുകാരനാണ് സുരേന്ദ്രൻ മങ്ങാട്ടെന്ന് എഴുത്തുകാരൻ P. സുരേന്ദ്രൻ പറഞ്ഞു. എഴുത്തുകാരനും ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ടിന്റെ തീമരങ്ങൾ എന്ന പുസ്തക ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വളരെ ആർദ്രചിത്തനായിട്ടാണ് സുരേന്ദ്രൻ നോവൽ എഴുതുന്നത് എന്നും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മറ്റെഴുത്തുകാരുടേതിനേക്കാൾ മികച്ചതാണെന്നും P. സുരേന്ദ്രൻ പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പുസ്തക ചർച്ചയിൽ കവി ഡോക്ടർ C. രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. VK അനിൽകുമാർ, സനോജ് രാഘവൻ, അരുൺ കുന്നമ്പത്ത്, ജോജി എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. കവി സെബാസ്റ്റ്യൻ, ഗ്രന്ഥകാരൻ സുരേന്ദ്രൻ മങ്ങാട്ട്, ഷെരീഫ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ചായക്കട കുത്തി തുറന്ന് പണം കവർന്നു. ചിത്തിരവളവിൽ മണലിക്കാട്ടിൽ സുനിലിന്റെ ചായക്കടയിലാണ് മോഷണം നടന്നത്. കടയിലെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചരിത്രകാരന്മാരെയും സാഹിത്യകാരന്മാരെയും രൂക്ഷമായി വിമർശിച്ച് ശ്രീ ശങ്കരാചാര്യ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ. ഇരുകൂട്ടരും കളവ് എഴുതി പിടിപ്പിക്കുന്നവരാണെന്ന് രാധാകൃഷ്ണൻ. വഖഫ് അധിനിവേശം ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന പേരിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രനാൾ തന്റെ ധാരണ സാഹിത്യകാരന്മാരാണ് കള്ളമെഴുതി പിടിപ്പിക്കുന്നവരെന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ചരിത്രകാരന്മാരെ പോലെ ഇത്രമേൽ കള്ളമെഴുതി പിടിപ്പിക്കുന്നവർ വേറെയില്ല. ചരിത്രം മറന്നാണ് ഇക്കൂട്ടർ എഴുതുന്നത്. ഇതുമൂലമാണ് ഇപ്പോൾ പലരും വഖഫ് നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. മതാചാരങ്ങളിൽ വിശ്വാസമില്ലാത്ത സെക്യുലറിസ്റ്റായ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവാണ് 1954 ഈ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത്. 1995 അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടെ ഇത് കൂടുതൽ മാരകമാവുകയും ചെയ്തു. കേരളത്തിൽ വഖഫ് നിയമത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് മുസ്ലിം ലീഗിനാണെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സെമിനാറിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് V. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ നിരീക്ഷകൻ AP അഹമ്മദ്, കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, ജില്ലാ ജനറൽ സെക്രട്ടറി CB പ്രദീപ് കുമാർ, ജില്ലാ ട്രഷറർ G. ഗിരിധരൻ എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. ജപ്പാൻ കരാട്ടെ ഷോട്ടോ ഫെഡറേഷന്റെ അന്താരാഷ്ട്ര സെമിനാറിനും JKS ഇന്ത്യ ഇന്റർനാഷണൽ 2ാം ചാമ്പ്യൻഷിപ്പിനും തൃശൂരിൽ തുടക്കമായി. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. R. മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. JKS വേൾഡ് ചീഫ് ഇൻസ്ട്രക്ടർ ഷുസേക്കി ഷിഹാൻ മസാദ് കഗാവ മുഖ്യാതിഥിയായി.
തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, സ്റ്റീഫ് റോയ്, NK രവീന്ദ്രനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിലും ചാമ്പ്യൻഷിപ്പിലും രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി 500-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് സമേതത്തിന്റെ നേതൃത്വത്തിൽ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ശാസ്ത്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രോത്സവം ഡയറക്ടർ KP രവി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. വിനോദ് മങ്കരയുടെ യാനം ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. കുന്നംകുളം ബഥനി കോൺവെന്റ് സ്കൂൾ, കൊരട്ടി LF കോൺവെന്റ് സ്കൂൾ, പാവറട്ടി CKC സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ, 7 ഹ്രസ്വചിത്രങ്ങൾ, ജോൺ ഫോർബ്സ്, സ്റ്റീഫൻ ഹോക്കിങ്സ് തുടങ്ങിയ ശാസ്ത്രജ്ഞരുടെ ബയോപിക്കുകൾ, ഡേവിഡ് ആറ്റൻബറോയുടെ റിട്രോസ്പെക്റ്റീവ്, ഇന്ത്യൻ ഡോക്യുമെന്ററികൾ, ഇംഗ്ലീഷ് ഫിക്ഷൻ തുടങ്ങിയ കാറ്റഗറികളിലായി 30ഓളം സിനിമകൾ പ്രദർശിപ്പിക്കും. കുട്ടികൾക്കായി മാത്സ് ക്വിസ് മത്സരങ്ങൾ, പ്രഭാഷണങ്ങൾ, റോബോട്ടിക് വർക്ക്ഷോപ്പ്, ഓപ്പൺ ഫോറം തുടങ്ങിയവയും ചലച്ചിത്രമേളയുടെ ഭാഗമായി നടക്കും. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് തൃശൂർ, കൈറ്റ്സ്, വിക്ടേഴ്സ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഭൗമം എന്നിവയുടെ സഹകരണത്തോടെയാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിമിതികളെ തോൽപ്പിച്ചും രോഗങ്ങളെ അതിജീവിച്ചും ശരീര സൗന്ദര്യ മത്സരത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രചോദനമാവുകയാണ് കല്ലൂർ സ്വദേശി ജെറിൻ. കല്ലൂർ മാവിൻ ചുവട് പനിക്കുളം വീട്ടിൽ 38 വയസ്സുള്ള ജെറിനാണ് പങ്കെടുത്ത ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിലെല്ലാം മികച്ച വിജയം സ്വന്തമാക്കിയത്. 2.5 വയസ്സിലുണ്ടായ ബസ് അപകടത്തിൽ ഇടതുകാലിന് സ്വാധീനക്കുറവുണ്ടായ ജെറിൻ അംഗപരിമിതരുടെ ബോഡി ബിൽഡിംഗ് മത്സരത്തിലാണ് മികച്ച വിജയം നേടിയത്. മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ തമിഴ്നാട്, മിസ്റ്റർ കേരള മത്സരത്തിൽ 5ാം സ്ഥാനം എന്നിങ്ങനെ നീളുന്നു ജെറിന്റെ കഠിന പ്രയത്നത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ. ഇതെല്ലാം നേടിയെടുക്കാനായത് വെറും 2 വർഷത്തെ ആരോഗ്യ പരിപാലന രീതി കൊണ്ടാണ്. അമിതവണ്ണവും ജീവിതശൈലീ രോഗങ്ങളും മൂലം കുറേ വർഷം മരുന്നുകളിലായിരുന്നു ജെറിന്റെ ജീവിതം. ഒരു ദിവസം 30 ഗുളികകൾ വരെ കഴിക്കേണ്ടി വന്നു. ഇതിന് കണ്ടെത്തിയ പോംവഴിയായിരുന്നു ബോഡി ബിൽഡിംഗ്. കൊറോണ കാലത്തായിരുന്നു ബോഡി ബിൽഡിംഗ് രംഗത്തേക്കുള്ള ജെറിന്റെ പ്രവേശം. മണ്ണമ്പേട്ടയിലെ ഫിറ്റ്നസ് സെന്ററിലായിരുന്നു തുടക്കം. ചിട്ടയായ പരിശീലനവും ഭക്ഷണ ക്രമീകരണവും നടത്തി. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ഗുളികകളിൽ നിന്നും മുക്തി നേടി. പിന്നീടുള്ള 2 വർഷമാണ് ജെറിന്റെ ജീവിതത്തിൽ നിർണായകമായത്. സാമ്പത്തിക ചിലവ് ഏറെയുള്ള ഈ രംഗത്ത് സുഹൃത്തുക്കളുടെ പിന്തുണയോടെയാണ് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതെന്ന് ജെറിൻ പറയുന്നു. പരിമിതികളിൽ ഒതുങ്ങിക്കൂടാതെ തൻ്റേതായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പരിശ്രമം നടത്തി ജീവിത വിജയം നേടണമെന്നാണ് ജെറിന്റെ അഭിപ്രായം. ഗ്രാഫിക്സ് ഡിസൈനറായ ജെറിൻ സ്റ്റേജ് ഷോകളിൽ ഗായകനായും മിമിക്രി ആർട്ടിസ്റ്റായും പങ്കെടുക്കാറുണ്ട്. TCV പുതുക്കാട്. സൂര്യകാന്തി നൃത്ത സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൂര്യകാന്തി ഫെസ്റ്റിവൽ തൃശൂരിൽ തുടരുന്നു. സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ 2ാം നാളിലെ കലാപരിപാടികൾക്ക് ഫാദർ തോമസ് ചക്കാലമറ്റത്ത് തിരിതെളിയിച്ചു. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, പ്രൊഫസർ ജോർജ് എസ് പോൾ, നർത്തകൻ BK ഷെഫീഖുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രീതം ദാസ് ഗുപ്തയുടെ ഭരതനാട്യ കച്ചേരിയും മഞ്ജു V നായർ, ജഗദീശ്വർ സുകുമാർ തുടങ്ങിയവർ ചേർന്ന് അവതരിപ്പിച്ച നേയം എന്ന പ്രമേയാധിഷ്ഠിത ഭരതനാട്യത്തിന്റെ രംഗാവതരണവും അരങ്ങേറി. 3ാം ദിനമായ ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിക്കും. തുടർന്ന് ഭരതനാട്യ കച്ചേരി രംഗപ്രവേശം സമാരംഭവും കച്ചേരിയുടെ 2ാം ഭാഗവും അരങ്ങേറും. ഫെസ്റ്റിവൽ ഞായറാഴ്ച സമാപിക്കും. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന രോഗികളെ പരിചരിക്കുന്നത് സമൂഹത്തിന് സാഹോദര്യത്തിന്റെയും അനുകമ്പയുടെയും സന്ദേശമാണ് നൽകുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അരുവി റീഹാബിലിറ്റേഷൻ സെന്റർ ക്രിസ്റ്റൽ ജൂബിലിയും
സ്ഥാപക ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ സപ്തതി ആഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ഫാദർ വർഗീസ് പാലത്തിങ്കലിനെ ചടങ്ങിൽ ആദരിച്ചു. PM തോമസ്, ജോളി, പട്ടാഭിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട ആൾ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നി കണ്ടനാംകുളം സ്വദേശി ഏറാക്കൽ സൂരജിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 18ഓളം കേസുകളിൽ പ്രതിയായ ഇയാളെ ഏപ്രിൽ 30-നാണ് തൃശൂർ റേഞ്ച് DIG 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി നാടുകടത്തിയത്. എന്നാൽ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ കമ്പനിക്കടവ് പരിസരത്തു നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കയ്പമംഗലം ഇൻസ്പെക്ടർ M. ഷാജഹാൻ, SI ജെയ്സൺ, സീനിയർ CPO അൻവറുദ്ദീൻ, ഫാറൂഖ്, ശ്രീജിത്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മേൽപ്പാലത്തിന് താഴ്ഭാഗം താവളമാക്കി നാടോടികൾ. കഴിഞ്ഞ നവംബർ 14-നാണ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ച മേൽപ്പാലത്തിന് താഴെയുള്ള സൗന്ദര്യവൽക്കരണം 1 വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല. ഓപ്പൺ ജിം, ഫുഡ് സ്ട്രീറ്റ് എന്നിവ നിർമ്മിക്കുമെന്നായിരുന്നു മന്ത്രി അറിയിച്ചത്. ഇതിനായി MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് NK അക്ബർ MLAയും അറിയിച്ചിരുന്നു. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ചിട്ടുണ്ട്. പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരുടെ താവളമാകാതിരിക്കാൻ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് മറയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നിട്ടില്ല. ഇപ്പോൾ മേൽപ്പാലത്തിന് താഴ്ഭാഗം ഉത്തരേന്ത്യൻ നാടോടികൾ കൈയടക്കിയിരിക്കുകയാണ്. തെരുവോരങ്ങളുടെ പ്രതീതിയിലാണ് നൂറുകണക്കിന് നാടോടികൾ പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്നത്. ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതും പാലത്തിന് താഴെയാണ്. പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശത്തെ വ്യാപാരികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ടൈൽ വിരിച്ച് മനോഹരമാക്കിയ ഈ റെയിൽവേ ഗേറ്റിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ കാണുന്നത്. ഈ ടൈൽ വിരിച്ചതിന് മുകളിൽ തന്നെയാണ് അവരുടെ പാചകം ചെയ്യലും അതുപോലെ തന്നെ അവർ മലമൂത്ര വിസർജനം എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഗുരുവായൂർ നഗരസഭ അധികൃതർ വന്ന് ഇവിടെ പരിശോധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ജനങ്ങൾക്ക് നേരിട്ട് വന്ന് ബോധ്യപ്പെടാവുന്നതാണ്. ഈ ഇതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പുകളിലെല്ലാം വെളിയുടെ വിസർജനം നടന്നുകൊണ്ടിരിക്കുന്നു. മലിനജലം കെട്ടിക്കെടുക്കുന്നു. ശക്തമായ പരിശോധനകളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് എല്ലാ അധികാരികളോടും ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. പകൽ സമയത്ത് ജോലിക്ക് പോയി രാത്രി പാലത്തിന് താഴെ ഉറങ്ങാൻ എത്തുന്നവരും പകൽ സമയം മുഴുവൻ പാലത്തിന് താഴെ വിശ്രമിച്ച് രാത്രി നഗരത്തിൽ ഉറങ്ങാൻ വരുന്നവരുമുണ്ട്. ഇവർ പലപ്പോഴും മദ്യപിച്ച് വഴക്കടിക്കുന്നത് പാലത്തിന് താഴെയുള്ള പതിവ് കാഴ്ചയാണ്. ഇതിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. മുനിയാട്ടുകുന്നിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന മുപ്ലിം സ്കൂളിലെ കുട്ടികൾ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ട ആഗ്രഹം നിറവേറ്റാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. ഇതിന്റെ ആദ്യപടിയായി മുനിയാട്ടുകുന്നിൽ ടൂറിസം സാധ്യതകൾ തേടി തൃശൂർ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംദാസ്, ഇൻഫർമേഷൻ ഓഫീസർ ശാരിക എന്നിവർ മുനിയാട്ടുകുന്നും മുപ്ലിം സ്കൂളും സന്ദർശിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ മുഖാമുഖം പരിപാടിയിൽ മുപ്ലിം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സനയ് കൃഷ്ണയാണ് വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. തുടർന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ PV ശ്രീജിത്ത് കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ജില്ലാ കളക്ടർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി തോമസ്, VM റഷീദ്, മുപ്ലിം ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക MV ഉഷ, PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചേലക്കര നിയുക്ത MLA UR പ്രദീപ് നന്ദി അറിയിച്ച് മണ്ഡലത്തിൽ പര്യടനം നടത്തി. ചേലക്കര, പഴയന്നൂർ, കൊണ്ടാഴി, തിരുവല്ലുവാമല എന്നീ പ്രദേശങ്ങളിലെ വിവിധയിടങ്ങളിലാണ് നിയുക്ത MLA പര്യടനം നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ മേഖലയിലെ സ്വിഗ്ഗിയുടെയും ഇൻസ്റ്റാമാർട്ടിന്റെയും ഡെലിവറി ജീവനക്കാർ ശനിയാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. മുൻകാലങ്ങളിൽ നൽകിയിരുന്ന പേ ഔട്ട് സ്ട്രക്ചർ തിരിച്ചു നൽകുക, പെട്രോൾ ഇൻസെന്റീവ് ആനുകൂല്യങ്ങൾ നൽകുക,
ലൊക്കേഷൻ മാപ്പിൽ കൃത്രിമം കാണിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 1 കിലോമീറ്ററിന് 10 രൂപയാണ് ഇവർ പറയുന്നത് എങ്കിലും 5 രൂപയാണ് ലഭിക്കുന്നത് എന്നും റിട്ടേൺ ക്യാഷ് പോലും തരാതെ കമ്പനി ജീവനക്കാരെ ചൂഷണം ചെയ്യുകയാണെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഡെലിവറി ജീവനക്കാർ തൃശൂരിൽ അറിയിച്ചു. എം നന്ദിത, സി സുജിത്ത്, ആന്റണി അനിൽ, എം ഡി ദാവൂദ്, പി അഭിലാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3179 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കോർപ്പറേഷൻ പ്രത്യേക കൌൺസിൽ യോഗം വിളിക്കണമെന്ന് കോൺഗ്രസും ബിജെപിയും. അടിയന്തരമായി പ്രത്യേക കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മേയർ എം കെ വർഗീസ്. പൂരം തകർക്കാനുള്ള നീക്കത്തിനെതിരെ പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധ സമരം നടത്തി. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരൂർ സതീഷ്. ദേശമംഗലം പഞ്ചായത്ത് യോഗത്തിൽ കയ്യാങ്കളി. CPM മുൻ ലോക്കൽ സെക്രട്ടറി KS ദിലീപിന്റെ നേതൃത്വത്തിൽ വനിതാ അംഗങ്ങളടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തതായി പരാതി. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. വാർഡ് വിഭജനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. ജില്ലയിൽ കടന്നൽ കുത്തേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കടന്നൽ ആക്രമണത്തിന് ഇരയാകുന്നവരിൽ അധികവും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മദ്രസ അധ്യാപകന് 50 വർഷം കഠിന തടവ്. അഴീക്കോട് സ്വദേശി നാസിമുദ്ദീനെയാണ് ശിക്ഷിച്ചത്. ചേർപ്പിൽ ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് 12 വർഷം കഠിന തടവ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.